കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയിലൊരു ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 7-ാം അധ്യായം 89 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവുമായി സംസാരിക്കുവാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മോശ കേൾക്കുകയാണ്. അപ്പോൾ കർത്താവുമായി സംസാരിക്കുവാനായിട്ട് സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോഴാണ് മോശയ്ക്കൊരു ദൈവാനുഭവം ഉണ്ടായത്. അപ്പോൾ സമാഗമ കൂടാരവുമായിട്ടുള്ള മോശയുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്. കാരണം ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വലിയൊരു ശക്തി സ്വീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നത് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. ശരിക്കും ദൈവത്തോടുള്ളൊരു സംഭാഷണം, അതാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം. നാം ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൂട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ ദൈവവുമായിട്ടുള്ളൊരു സംസാരത്തിലേക്ക് എത്തുന്നുണ്ടോ? കർത്താവുമായി ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയും അതിനുള്ള പരിഹാരം കർത്താവ് പറയുന്നത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും പ്രാർത്ഥനകൾ അതൊരു സംഭാഷണത്തിൽ എത്തിച്ചേരുന്നില്ല. പ്രാർത്ഥനയെപ്പറ്റി പിതാക്കന്മാർ നിർവഹിച്ചിരിക്കുന്നത് ദൈവത്തോടുള്ള സംഭാഷണം എന്നാണ്. അപ്പോൾ മോശ ദൈവത്തോട് സംഭാഷിക്കുവാനായിട്ട് സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് മോശ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ്. ഒരുപാട് അനുഭവ പരിചയമുള്ള വ്യക്തിയാണ്, ഒരുപാട് ദൈവാനുഭവമുള്ള ഒരാളാണ്. എങ്കിലും ചെറിയ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ പോലും മണിക്കൂറുകൾ സമാഗമ കൂടാരത്തിൽ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവരുടെ മുമ്പിൽ പ്രതിസന്ധിയുടെ ചെങ്കടലിന് മീതെ ഒരു പാത എപ്പോഴും രൂപപ്പെട്ടിരുന്നു. ഈ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ പ്രതിസന്ധികൾക്കും ദൈവം ഉടനടി അവിടെ പരിഹാരം നൽകുന്നുണ്ട് എന്ന് നാം കാണുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നേതൃസ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ സമാഗമ കൂടാരത്തിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് പരിഹാരം ചെയ്യാതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള ഈ ഇത്രയും വലിയൊരു അടുപ്പം അത് ഉണ്ടായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ദൈനംദിനമുള്ള പ്രാർത്ഥനയെ പറ്റിയാണ്. ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ, പറയാനും കേൾക്കാനുമുള്ള കാര്യങ്ങൾ, പോകേണ്ട വഴികൾ, ഇതെല്ലാം ഒരു വ്യക്തി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? അവിടെ മാനുഷികമായ ബുദ്ധിയിൽ നാം അതിനൊക്കെ തീരുമാനമെടുത്താൽ പലപ്പോഴും അതൊന്നും വിജയിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു ദൈവാനുഭവത്തോടു കൂടി ഒരു ദൈവിക തീരുമാനമാണ് നാം പ്രാവർത്തികമാകാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ തീരുമാനത്തിൻ്റെ അറ്റത്ത് ദൈവവും ഉണ്ടാകും എന്ന് നാം തിരിച്ചറിയണം. അവിടെ പ്രിയപ്പെട്ടവരെ, മോശ കർത്താവിനോട് സംസാരിക്കുമ്പോൾ ആ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോടും സംസാരിക്കുന്നത് അവൻ കേട്ടു. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും ഒരു ഏകാംഗ സംഭാഷണമല്ല, മറിച്ച് 2 പേർ തമ്മിലുള്ള ഹൃദയപരമായ ഒരു കൂടിവരവും ഹൃദയത്തിൻ്റെ അടുപ്പവും ബന്ധവുമാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ബുദ്ധിയിലുള്ള ബന്ധമല്ല, അത് തികച്ചും അതൊരു ഭൗതികമായ ബന്ധവുമല്ല, അതൊരു ആത്മീയമായ ബന്ധമാണ്. ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.